ഹലോ, ആദ്യം പറയാം, എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഞാനൊരു മതപണ്ഡിതനോ ആരുമില്ല, സാധാരണ ഒരു മുസൽമാനാണ്. പറഞ്ഞ ശ്ലോക സാധാ ഒരാൾ, മതപണ്ഡിതനൊന്നുമല്ല. അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഈ യത്തീംഖാന നടത്തുന്നുണ്ട്, നല്ലതാണ്, അൽഹംദുലില്ലാ. യത്തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാഥ പിള്ളേർ. പക്ഷേ ഹദീസിലോ ഖുറാനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടില്ല യത്തീം ഖാനയായിട്ട് നടത്തണം. യത്തീം എന്ന് പറഞ്ഞാൽ ആരാണ് അറിയോ? യത്തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുമില്ലാത്ത ഒരു കൊച്ചിൻ്റെ പിതാവ് മരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ യത്തീമല്ല, അവൻ്റെ മാതാവുണ്ട്. അതേസമയം ആ കൊച്ചിൻ്റെ മാതാവ് മരിച്ചു കഴിഞ്ഞാൽ അവൻ യത്തീമാണ്, അവൻ അനാഥയാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ബാപ്പ മരിച്ചെന്നല്ലുകൊണ്ട് യത്തീമാവില്ല, മാതാവ് മരിച്ചു കഴിഞ്ഞാലേ യത്തീമാവുള്ളൂ. അതേപോലെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാൽ അനാഥരായി, അവൻ മൊത്തം യത്തീമായി. എന്നാൽ ഒരു മാതാവിനെ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റാഞ്ഞൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ മക്കളെ അടുത്ത ആൾക്കാരെ നോക്കണം എന്നാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അടുത്ത മുസ്ലിങ്ങളോ ആർക്കും നോക്കാം, മാതാവിൻ്റെ സൗന്ദര്യം കണ്ടിട്ടല്ല, ഈ പിള്ളേരെ ദൈവവിശ്വാസം കൊണ്ട് നോക്കാം. ചിലവർ പിന്നെ കെട്ടിയോ മരിച്ചു കഴിഞ്ഞാൽ മാതാവിൻ്റെ സൗന്ദര്യം നോക്കിയിട്ട് പിള്ളേരെ നോക്കാൻ വരും. ആ പെൺമക്കളെ നോക്കും, ആ മക്കൾ അത്ര നോക്കൂല. കാരണം പെൺമക്കൾ വളർന്നു വരുമ്പോൾ ഇതിന് പല കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നോക്കുന്നവരുണ്ട്. അത് ദൈവവിശ്വാസമല്ല, അവൻ ചെയ്ത്താൻ വിശ്വാസമാണ്. അവൻ കഴുകം കണ്ടുകൊണ്ടാണ് നിങ്ങളെ അടുത്ത് വരുന്നത്. അപ്പം നിങ്ങൾ മാതാവ് ശ്രദ്ധിച്ചോളുക. നമുക്ക് പെൺമക്കളുണ്ടെങ്കിൽ ഒരുപാട് പേര് സഹായിക്കാൻ വരും, കല്യാണം കഴിക്കാൻ വരും. സ്വന്തം കൈ തലയിലിരിക്കുന്ന പോലെ അന്യവൻ്റെ കൈ നമ്മൾ തലയിലടി ഇരിക്കൂല. ഞാനതല്ല പറഞ്ഞിരുന്നേ. ഇന്നിവിടെ യത്തീംഖാന നടത്തുന്നുണ്ട്. പിള്ളേർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും, നിന്റെ ബാപ്പ എവിടെടാ? ഗൾഫിലാ, അവൻ യത്തീമാവുമോ? നിന്റെ മാതാവ് എവിടെ? ടീച്ചറാ, അവൻ യത്തീമാവുമോ? ആണ് യത്തീമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാഥരെ നമ്മൾ പരമാവധി ആരുടെ വീട്ടിൽ നിർത്തിയിട്ടും അവരെ സഹായിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അനാഥരെ. ചില ഉസ്താദന്മാർ പറയുന്നുണ്ട് യത്തീം എന്ന് പറഞ്ഞാൽ ആരാധന ചോദിക്കുന്നുണ്ട്. എന്നാൽ അവിടെ എവിടെയും ഡപ്പ പാട്ട വെച്ചിട്ടുണ്ട്. ഈ കുറേ പിള്ളേരുടെ മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെങ്ങനെ യത്തീമാവും? പറ. ഇതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഞാൻ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മറുപടി എനിക്ക് തരണം കേട്ടോ. ഞാൻ യൂട്യൂബിലാണേ. മാതാപിതാക്കളുള്ളവർ ആരാ യത്തീമാവുന്ന? പറ. ബാപ്പ ഗൾഫിൽ, ഉമ്മ ടീച്ചർ, വലിയ വാർക്ക കെട്ടിടം, അവരൊക്കെ യത്തീമാവുമോ? ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, അർഹതപ്പെട്ടവരെ കണ്ടുപിടിച്ച് അവരെ സഹായിക്കുക. അർഹതപ്പെട്ടവരാരാണ്? വാടകയ്ക്ക് കിടക്കുന്നവർ, ഒന്നും ഇല്ലാത്ത ആൾക്കാരെ നിങ്ങൾ സഹായിക്കുക. ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. അൽ ബക്കറ എന്ന് പറഞ്ഞ സൂറത്തിൽ, ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മറ്റുള്ള ആൾക്കാർ കേൾക്കാം, നോ പ്രോബ്ലം. ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. അൽ ബക്കറ എന്ന സൂറത്തിൽ 152 തൊട്ടുള്ള ആയത്ത്, 55 വരെയുള്ള ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുറിച്ച് വെച്ചിട്ടുണ്ട്. ആ സൂറത്തുകളിൽ പറയുന്നുണ്ട്, 2 വിഭാഗക്കാർ പറയുന്നുണ്ട്. ഒരു യത്തീം മക്കളെയായിട്ടും പാവപ്പെട്ടവരെ കണ്ടുപിടിച്ച് സഹായിക്കുക. വേറൊരുത്തൻ്റെ ഇത് കൊണ്ട് സഹായിക്കരുത്. നിങ്ങൾക്ക് കണ്ണുകൊണ്ട് അതിനാണ് നിങ്ങൾക്ക് കണ്ണും പണവും ആരോഗ്യം തന്നിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? കണ്ണും പണവും ആരോഗ്യം തന്നിരിക്കുന്നത്. അവരെ സഹായിക്കുക. ചിലവരുണ്ട്
മിഡിൽ ക്ലാസ് ഉണ്ട്, ചോദിക്കൂല. അവർ നല്ല പാൻറ് ഷർട്ട് ഇട്ടും കൊണ്ട്, അതായത് ബിസിനസ് പോയി താർന്നു, പല പല കച്ചവടത്തിന് നഷ്ടം വന്നു, വേറെ വല്ല അസുഖം വന്നിട്ട് തളർന്നുപോയി. അങ്ങനത്തെ ആൾക്കാരൊന്നും ചോദിക്കൂല. പക്ഷേ അവരെയും കണ്ടുപിടിച്ച് കൊടുക്കണം എന്നാണ്. കെട്ടിടത്തിലായിരിക്കും താമസം, നല്ല നല്ല കെട്ടിടത്തിലായിരിക്കും താമസം. അടുത്ത ആൾക്കാർക്ക് ചോദിക്കാൻ മടിക്കും. അവരെ കണ്ടുപിടിച്ച് കൊടുക്കണം എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഈ മീൻപിടുത്തക്കാരൻ ആരാന്നറിയോ? യഥാർത്ഥ മീൻപിടുത്തക്കാരൻ കരയിൽ നിന്ന് ചൂണ്ടയിട്ട് പിടിക്കുന്നവനല്ല മീൻപിടുത്തക്കാരൻ. നടുക്കടലിൽ ചെന്നിട്ട് വള്ളം കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വല വീശി പിടിക്കുന്നവന് മീൻപിടുത്തക്കാരൻ. കരയിൽ നിന്ന് ചൂണ്ടയിട്ട് പിടിക്കുന്നവൻ മുക്കുവനല്ല, മീൻപിടുത്തക്കാരനല്ല എന്ന് പറഞ്ഞതുപോലെ വല്ലവരും പറഞ്ഞിട്ട് നിങ്ങൾ സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സക്കാത്തല്ല, നിങ്ങൾ കണ്ടുപിടിച്ച് കൊടുക്കുവിൻ. പാവപ്പെട്ടവരെ കണ്ടുപിടിച്ച് കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പണവും ആരോഗ്യവും കണ്ണും തന്നിരിക്കുന്നത്. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അല്ലാഹു തആല, കയ്യും കാലമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അവർ പാവപ്പെട്ടവരായി പോകുന്നു. എനിക്കും പൈസ ഉണ്ടായിരുന്നതാ, അസുഖം വന്നു, ആ പൈസ തീർന്നു. ഞാൻ സ്ഥലം മാറ്റി വീട് വെക്കാനുള്ള കാശുണ്ടായിരുന്നു. അസുഖം വന്നു, അന്ന് എൻ്റെ പിള്ളേർ ചെറുതായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1-2 വർഷം ഞാൻ അനങ്ങാതായിരുന്നു. ഭാര്യയ്ക്ക് ഓപ്പറേഷൻ വന്നു, എനിക്ക് അറ്റാക്ക് വന്നു, സുഖമില്ലാതായി. ഇതെല്ലാം കൂടിയായപ്പോൾ അങ്ങനെ പൈസകൾ തീർന്നുപോയി. ഇങ്ങനെയൊക്കെ ഓരോ സാഹചര്യങ്ങൾ വരും. എന്നിട്ട് നമ്മൾ അള്ളാനെ കുറ്റം പറയാൻ പാടില്ല, അത് ഓരോ സാഹചര്യങ്ങളാണ്. എൻ്റെ മൂത്ത മോൻ 1 കൊല്ലം പഠിത്തം നിർത്തിയിട്ട് ഒരു ബാറ്ററി കടയിൽ പോയിട്ട് ജോലി ചെയ്തിട്ട് ഞങ്ങളെ വീട് നോക്കിയിട്ടുണ്ട്. അന്നേരം എൻ്റെ മക്കൾ കുറച്ച് വലുതായിട്ടുള്ളൂ. എനിക്ക് അസുഖം വന്നപ്പോൾ ഈ പിള്ളേർ ചെറുതായിരുന്നു. എന്നാലും 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മോന് ജോലി ചെയ്തിട്ടാണ് എൻ്റെ വീട് നോക്കിയത്. അപ്പോൾ യത്തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? യത്തീം ഖാന വെക്കുവാണെങ്കിൽ അവിടെ മാതാപിതാക്കളുള്ളവരല്ല യത്തീം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? മാതാപിതാക്കളുള്ളവരെ യത്തീമാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല നിങ്ങളെ വയറുകളിൽ ഇന്ന് ആ പണം കൊണ്ട് നിങ്ങൾ വയറ് നിറച്ചിട്ടുണ്ടെങ്കിൽ റബ്ബ് തആല നിങ്ങളെ വയറിനകത്ത് തീ നിറയ്ക്കും. ഒരു സംശയം വേണ്ട. അതാണ് മാതാപിതാക്കളുള്ളവരെ നിങ്ങൾ യത്തീമാക്കി കഴിഞ്ഞാൽ. ആ പേരും പറഞ്ഞുകൊണ്ട് പൈസ തന്നെയാണ്. ഇന്നിപ്പം പിരിക്കാൻ പോകുന്നുണ്ട്. 100 രൂപയ്ക്ക് 40 രൂപ ഇവിടെ, 60 രൂപ അവിടെ. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇവരൊക്കെ യത്തീമാണോ? പറയൂ. മാതാപിതാക്കളുള്ള പിള്ളേരുണ്ടോ അതിനകത്ത്? അവർ യത്തീമാണോ? മാതാപിതാക്കളുള്ള പിള്ളേരെ നിങ്ങൾ യത്തീമാക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ മറവിൽ ആഹാരം കഴിക്കുന്നവരെ റബ്ബ് തആല ഇതെല്ലാം കാണുന്നുണ്ട്. അല്ലാഹു തആലൻ്റെ അനുഗ്രഹവും കിട്ടും, അതേപോലെ ശിക്ഷ. അവൻ അടിച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് കേൾക്കൂല. അല്ലാഹു തആലൻ്റെ അടിക്ക് സൗണ്ട് ഉണ്ടാവൂല, പക്ഷെ വേദന ഭയങ്കരമാണ്. അവരുടെ പേരും പറഞ്ഞും കൊണ്ട് കുറേ പേര് ആഹാരം കഴിക്കാൻ നടക്കുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടില്ല, യത്തീമിനെ നമ്മൾ നോക്കണം. ഓരോ വീട്ടുകളിൽ കൊണ്ടുപോയി നിർത്തുക. ഇന്ന് ചില വീട്ടുകളിൽ കൊണ്ടു നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർ അടിമപ്പണിയെടുപ്പിക്കുക. അതല്ല, യത്തീമിന് നിങ്ങൾ മുൻഗണന കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഒരു മാതാപിതാക്കളില്ലാത്ത കൊച്ചിനെ എടുത്ത് വളർത്തിയിട്ട് ആ കൊച്ചിന് 2 ഉപദേശം കൊടുത്തു. ആഹാരം അടുത്ത് വെച്ച് കഴിക്കുക, ബിസ്മിൻ ചെല്ലുക, പെട്ടെന്ന് ആഹാരം കഴിക്കുക. 2-3 ഉപദേശം കൊടുത്തു. പെട്ടെന്ന് ആഹാരം കഴിച്ച് തീർക്കുക. മാതാപിതാക്കൾ ഇല്ലാത്തവരാണ് യത്തീം. പൈസ മാതാപിതാക്കളുള്ളവർ യത്തീമാവുന്നത് എങ്ങനെ? പറയൂ. അല്ലാഹു തആല ഇതിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. ആ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആഹാരം വയറ് നിറയ്ക്കല്ലേ. ഇവിടെ വേറെ ഇഷ്ടം പോലെ പാവപ്പെട്ടവരുണ്ട്. അല്ലാഹു തആലയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടാതിരിക്കട്ടെ.
ഇതിന് നിങ്ങൾക്ക് അള്ളാഹു തആലാന്റെ അനുഗ്രഹം കിട്ടൂല കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ നിർത്തുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. അസ്സലാമു അലൈക്കും.